തൃശൂർ പൂവഞ്ചിറ പീച്ചി താമരവിളച്ചാൽ തുങ്ങി മലയോര പ്രദേശത്ത് കാട്ടാന ശല്യം ഏറുന്നു. താമരവിളച്ചാലിൽ ഇന്നലെ ബൈക്കിൽ സഞ്ചരിച്ച വനപാലകരെ കാട്ടാന ആക്രമിച്ചു. വാച്ചർമാരായ വിഷ്ണു, ജീവൻ എന്നിവർക്കാണ് കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റത്. താമരവിളച്ചാൽ കോളനിയിൽ പുലി ഇറങ്ങിയതായും അഭ്യൂഹമുണ്ട്. പുലി ഇറങ്ങി പട്ടിയെയും ആടിനെയും കൊന്നെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. മഞ്ഞക്കുന്ന്, കോച്ചേരിക്കുന്നിലും സമീപ പ്രദേശങ്ങളിലും കാട്ടാന നടത്തിയ ആക്രമണത്തിൽ നിരവധി തെങ്ങുകളും വാഴകളും നശിച്ചു. 4 ആനകൾ ഉൾപ്പെടുന്ന കാട്ടാനക്കൂട്ടമാണ് പതിവായി പ്രദേശത്ത് ആക്രമണം നടത്തുന്നത്. വൈദ്യുത വേലികൾക്ക് മീതെ മരം മറിച്ചിട്ട് തകർത്തതിനു ശേഷമാണ് ആനകൾ കൃഷിസ്ഥലങ്ങളിലെത്തുന്നത്. കാട്ടാനക്കൂട്ടം ഇറങ്ങി വ്യാപക കൃഷിനാശം വരുത്തുകയാണെന്നും നാട്ടുകാർ ആരോപണം ഉന്നയിക്കുന്നു. കോച്ചേരി ജോണിയുടെയും കാടാപ്പുറം രാജുവിന്റെയും 60 വീതം തെങ്ങുകളും വാഴപ്പള്ളി സുരേന്ദ്രന്റെ 10 തെങ്ങുകളും പാറയിൽ പൗലോസിന്റെ 20 തെങ്ങുകളും കാട്ടാനക്കൂട്ടം മറിച്ചിട്ടു. 4 ആനകൾ അടങ്ങുന്ന കൂട്ടം ഒറ്റയായും എത്തുന്ന ഒരാനയുമാണ് പ്രദേശത്ത് നാശം വിതയ്ക്കുന്നത്. കൃഷിക്ക് നനയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന പ്ലാസ്റ്റിക് പൈപ്പുകളും നശിപ്പിച്ചിട്ടുണ്ട്. പട്ടിക്കാട് ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും സ്ഥലം സന്ദർശിച്ച് നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചെങ്കിലും കർഷകർ ആശങ്കയിലാണ്. മയിലാട്ടംപാറയിൽ കഴിഞ്ഞ ദിവസം കാട്ടാനകൾ കർഷകരുടെ 100 കണക്കിന് കാർഷിക വിളകളാണ് നശിപ്പിച്ചത്. മിച്ചഭൂമി ഭാഗത്ത് കാക്കനാട്ടിൽ ജോണിന്റെ റബ്ബറും വാഴകളും മനോഹരന്റെ ഏതാനും റബ്ബറും ആനകൾ നശിപ്പിച്ചു. പൂവൻചിറയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടാനിറങ്ങി മംഗലത്ത് ചാക്കോച്ചന്റെ പറമ്പിലെ കാർഷിക വിളകൾ നശിപ്പിക്കുകയും ചെയ്തു. 100ഓളം വരുന്ന വാഴകളും 5 തെങ്ങുകളും ആന നശിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഡിസംബറിൽ സമാനമായ നിലയിൽ കാട്ടാനകൾ പ്രദേശത്തെ കൃഷികൾ നശിപ്പിച്ചിരുന്നു. എന്നാൽ അധികൃതർ ഇതുവരെയും വേണ്ട നടപടികൾ സ്വീകരിച്ചില്ലെന്ന് സ്ഥലം സന്ദർശിച്ച കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി റോയ് കെ ദേവസി, മണ്ഡലം പ്രസിഡന്റ് KM പൗലോസ് എന്നിവർ വ്യക്തമാക്കിയിരുന്നു. കാട്ടാനകളുടെ അക്രമത്തിൽ പ്രദേശത്തെ ജനജീവിതം ദുസ്സഹമാവുകയാണെന്നും പരിഹാരം നടപ്പിലാക്കണമെന്നും റവന്യൂ വകുപ്പ് അധികൃതർ, കളക്ടർ തുടങ്ങിയവർ ഇടപെടണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. കാട്ടാനകളെ നിയന്ത്രിക്കാൻ നിരവധി പദ്ധതികളാണ് പ്രദേശത്ത് നടപ്പാക്കിയത്. എന്നാൽ അവയൊന്നും ഇവയുടെ ആക്രമണങ്ങൾക്കും കൃഷിനാശത്തിനും ശാശ്വത പരിഹാരമുണ്ടാക്കിയിട്ടില്ല. കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾ വന്യജീവി ആക്രമണങ്ങളിൽ നിന്നും കാർഷിക വിളകളെ സംരക്ഷിക്കാൻ വേണ്ട നടപടികൾ എത്രയും വേഗം സർക്കാർ സ്വീകരിച്ചേ മതിയാകൂ എന്നാണ് ആവശ്യപ്പെടുന്നത്. കാട്ടാനകളിൽ നിന്നും വന്യമൃഗങ്ങളിൽ നിന്നും പ്രദേശവാസികളെയും കാർഷിക വിളകളെയും സംരക്ഷിക്കാൻ ഉതകുന്ന ശാശ്വതമായ പദ്ധതികൾ നടപ്പാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. കാട്ടാനകൾക്ക് പുറമെ കാട്ടുപന്നികളും മയിലുകളും കുറുനരിയുമെല്ലാം കൂട്ടമായി എത്തി കൃഷി നശിപ്പിക്കുന്ന സാഹചര്യവുമുണ്ട്. മയിലാട്ടംപാറയിൽ കാട്ടാനയാക്രമണം മൂലം കൃഷിനാശം ഉണ്ടാകുന്നത് തടയാൻ സർക്കാരിന്റെ ക്രോപ്പ് ഹെൽത്ത് മാനേജ്മെന്റ് സ്കീമിൽ ഉൾപ്പെടുത്തി പദ്ധതി നടപ്പാക്കുമെന്ന് വാർഡ് മെമ്പർ സ്വപ്ന രാധാകൃഷ്ണൻ പറഞ്ഞിരുന്നു. കൃഷിയിടങ്ങളിൽ കാട്ടാന ഇറങ്ങുന്നത് തടയാൻ സഹായിക്കുന്ന പതിമുഖം, നാരകം എന്നിവ നട്ടുവളർത്തുന്ന പദ്ധതിയാണിത്. 1 കിലോമീറ്റർ ദൂരത്തിന് 2 ലക്ഷം രൂപ വരെയാണ് ചെലവ് കണക്കാക്കിയിരിക്കുന്നത്. അതിനനുസരിച്ച് ഓരോ കർഷകനും എത്രത്തോളം വനാതിർത്തി മേഖലയുണ്ടോ അതിനനുസരിച്ച് തുക ചെലവഴിക്കേണ്ടി വരും. ഇതിന്റെ 75% കൃഷി വകുപ്പും ബാക്കി 25% കർഷകനുമാണ് വഹിക്കേണ്ടത്. ഹൈറേഞ്ച് മേഖലയിൽ പലയിടത്തും പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ പദ്ധതി ഫലപ്രദമാണെന്ന് കണ്ടിരുന്നു. കഴിഞ്ഞ വർഷം വനാതിർത്തി മേഖലകളിലെ കർഷകരെ ഉൾപ്പെടുത്തി കൃഷി ഓഫീസർ TR അഭിമന്യുവിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ പ്രോജക്ട് സമർപ്പിക്കാൻ ധാരണയാക്കിയിട്ടുണ്ട്. അത് കൃഷി ഓഫീസർ മുഖേന ബ്ലോക്കിന് കൈമാറുകയും ചെയ്തിരുന്നു. പ്രോജക്ടിന് മാർച്ച് മാസത്തിന് മുമ്പേ അംഗീകാരം ലഭിച്ചേക്കുമെന്ന് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ PC സത്യവർമ്മ അറിയിച്ചതായി മെമ്പർ പറയുന്നു. വ്യക്തികൾക്ക് നേരിട്ട് തന്നെ നടപ്പാക്കുന്ന പദ്ധതിയാണിതെന്നും അവർ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.